ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് സന്തോഷമായി ഇരിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. സന്തോഷമായി ഇരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായ കാര്യമാണ്. അപ്പോൾ സന്തോഷത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? സന്തോഷം നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല, നമുക്കത് ആരുടെയെങ്കിലും നിന്നും നിർബന്ധമായി എടുക്കാൻ കഴിയില്ല. അപ്പം എങ്ങനെയാണ് നമുക്ക് സന്തോഷം, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്നർ സന്തോഷം നമുക്ക് നിലനിർത്താൻ കഴിയുക? ഉള്ള സന്തോഷം നമുക്ക് നിലനിർത്തുകയും അത് കുറഞ്ഞു പോവാതെ നോക്കുകയും ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സന്തോഷം കൊണ്ടുവരുന്ന ഹോർമോൺസ് എന്ന് മനസ്സിലാക്കണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സെറോട്ടോണിൻ. സെറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹാപ്പിനെസ് ഹോർമോണാണ് സെറോട്ടോണിൻ. ഡോപ്പമിൻ എന്നുള്ളത് ഒരു മോട്ടിവേഷൻ ഹോർമോണാണ്. ഹാപ്പിനെസ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഹോർമോൺ. മോട്ടിവേഷൻ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധത്തിലെത്താൻ, ലക്ഷ്യബോധം എന്നാണ് മോട്ടിവേഷൻ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പം ലക്ഷ്യബോധത്തിലെത്താൻ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, നമുക്ക് ഏകാഗ്രത നൽകുന്ന, സന്തോഷം നൽകുന്ന ഹോർമോണാണ് നമ്മുടെ ഡോപ്പമിൻ. സെറോട്ടോണിൻ നമുക്ക് സന്തോഷം, ഹാപ്പിനെസ് തരിക എന്ന് വെച്ചാൽ നമ്മളെ ഫീൽ ഹൈ, നമ്മൾ ഓക്കെയാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മളെ ജീവിതത്തിൽ സക്സസ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് എൻഡോർഫിൻ ആണ്. അതും ഇതേപോലെ തന്നെ നമുക്ക് ഫീൽ ഹൈ ഹോർമോൺ അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഹോർമോൺ. ഞാനൊരു ഓക്കെയാണ്, ഞാൻ ഇന്നലത്തെക്കാട്ടിലും ഇന്ന് ഞാൻ ബെറ്റർ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഹോർമോണാണ് എൻഡോർഫിൻ ഹോർമോൺ. അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ ഹോർമോൺ, ഇത് ലവ് ഹോർമോണാണ്. നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികളോടും നമ്മുടെ പാരൻസിനോടും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് എല്ലാവരോടും ഉണ്ടാകുന്ന ഒരു സ്നേഹം. അതായത് അത് നമുക്ക് ട്രസ്റ്റ് ആവാം, അത് വിശ്വാസ്യതയാവാം, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ആവാം. എല്ലാ തരത്തിലുള്ള ഒരു മെയിനായിട്ട് അറ്റാച്ച്മെൻ്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെല്ലാം കിട്ടുന്നതായിട്ടുള്ള ഹോർമോണാണ് ഓക്സിറ്റോസിൻ ഹോർമോൺ. അപ്പം ഇത്രയും ഈ 4 ഹോർമോൺസും, ഓക്സിറ്റോസിനും അതേപോലെ സെറോട്ടോണിനും ഡോപ്പമിനും എൻഡോർഫിനും, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ നല്ല പോലെ ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷം നിലനിർത്താൻ പറ്റും. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എങ്ങനെ നമുക്ക് നിലനിർത്താം എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. അതിൻ്റെ കൂടെ തന്നെ കോർട്ടിസോളും അഡ്രിനാലിനും, ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ലാത്ത ഹോർമോണാണ്. ഏറ്റവും കുറവ് നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നെർവസ് ആയിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ പറയുന്നതല്ല, ഒരു പേടി തോന്നുന്നു, കൈ വിറയ്ക്കുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി, ഒരു ടെൻഷനുള്ള ഒരാളാണെങ്കിൽ നമുക്ക് നെഞ്ചിടിപ്പ് കൂടുന്നു, കൈ വിറയ്ക്കുന്നു, കൈ തണുക്കുന്നു, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലാങ്ക് ആയി പോകുന്നു. ഇതെല്ലാം ഈ അഡ്രിനാലിനും കോർട്ടിസോളും, ഇത് രണ്ടും ആണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ജനറലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ടെസ്റ്റോസ്റ്റിറോൺ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് നൽകുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൽസിൽ എപ്പോഴും ഇത് ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് സാധാരണയിലും കൂടുതൽ ഒരു ബെറ്റർ ഒരു കോൺഫിഡൻസ് ലെവൽ കാണാറുണ്ട്. അതേസമയം ഫീമെയിൽസിൽ, അതായത് പെണ്ണുങ്ങളിൽ, ഈ പ്രൊജസ്ട്രോൺ ഓവുലേഷൻ കഴിഞ്ഞ ഉടനെ, ഓവുലേഷൻ നമുക്കൊരു 14 days ആഫ്റ്റർ പീരീഡ്സ് ആണ്. പീരീഡ്സ് കഴിഞ്ഞൊരു 14ാമത്തെ ദിവസം വരുന്ന ഈ ഓവുലേഷൻ്റെ സമയത്ത് പ്രൊജസ്ട്രോൺ ഒരുപാട് കയറുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സമയം മുതൽ നമുക്കൊരു ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ, ഈ പ്രൊജസ്ട്രോണിൻ്റെ കൺട്രോളിലാണ് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഫീമെയിൽസിൽ കൺട്രോൾ ആവുന്നത്. അപ്പം ആ ഒരു സംഭവം കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മെയിൽസിനാണ് കുറച്ചും കൂടി ജനറലി നമ്മൾ എടുത്തു നോക്കുമ്പോൾ മെയിൽസിലാണ് ഈ കുറച്ചുകൂടി കോൺഫിഡൻസ് ലെവൽ കൂടുതലായിട്ട് ജനറലി കാണാറുള്ളത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതൊരു ജനറൽ ഐഡിയ ആണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവർ 2 പേരിലാണെങ്കിലും ഈ അഡ്രിനാലിനും കോർട്ടിസോളും കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഫിയറും ഒക്കെ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ഇതൊക്കെ നമുക്ക് ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാം, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ ഈ സ്ട്രെസ് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഈ 2 കാര്യങ്ങളും കൂടുതലായിട്ടൊന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഭക്ഷണത്തിലൊന്ന് നോക്കി നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വെജിറ്റബിൾസ്,
വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ, ഭക്ഷണത്തിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂട്ടുകയും അതേപോലെ ജങ്ക് ഫുഡ്സ് കുറച്ച് കുറയ്ക്കുകയും ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈറ്റമിൻ ബി നല്ലപോലെ കിട്ടുവാണെങ്കിൽ ഈ വൈറ്റമിൻ ബി നമ്മുടെ കോർട്ടിസോളിനെ വിഘടിപ്പിച്ച് അത് നിലനിർത്തുന്നില്ല. അപ്പോൾ കോർട്ടിസോൾ കുറഞ്ഞു പോകുന്നു. നല്ല ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് പ്രോബയോട്ടിക്കുകൾ, ഇപ്പൊ തൈര് അങ്ങനെ പ്രോബയോട്ടിക്കിന്റെ ഞാനൊരു ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് പ്രോബയോട്ടിക് നമുക്ക് വേണ്ടത്, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പ്രോബയോട്ടിക്സ്. മെയിനായിട്ട് തൈര് അങ്ങനത്തെ നല്ല നല്ല ഫുഡ് ഐറ്റംസ് നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ തലമുറ കുറച്ച് പോകുന്ന സാധനങ്ങൾ, അതായത് ഇപ്പോൾ എല്ലാവർക്കും ജങ്ക് ഫുഡ് മതി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രോബയോട്ടിക് എടുക്കുകയാണെങ്കിൽ ഇതിനും ഡോപ്പമിൻ കൂട്ടാനുള്ള ഒരു കഴിവുണ്ട്. ഈ ഡോപ്പമിൻ കൂടുന്നത് എപ്പോഴും നല്ലതാണ്. ഡോപ്പമിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യബോധത്തിൽ എത്താനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, നമുക്ക് അതിന് വേണ്ടി ഏകാഗ്രത, മെമ്മറി ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്ക് ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഫീൽ ഹൈ എന്നുള്ള ഒരു അവസ്ഥയിലിട്ട് നമ്മൾ മാറിപ്പോകും. അപ്പോൾ അത് പ്രോബയോട്ടിക്കുകൾ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് കഫീൻ, ഡ്രഗ്സ്, അതേപോലെ ആൽക്കഹോൾ, ഈ 3 സാധനങ്ങൾ, കഫീനുള്ള സാധനങ്ങൾ, ഡ്രഗ്സും ആൽക്കഹോൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രവർത്തനം, ഈ കഫീൻ കൂടുതൽ വന്നാൽ അല്ലെങ്കിൽ ആൽക്കഹോൾ കൂടുതൽ വന്നാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയും അതേപോലെ തന്നെ പല പല ആംഗിളിൽ നിന്ന് ഇത് ഈ പറഞ്ഞ പോലെ അഡ്രിനാലിനും കോർട്ടിസോളുമേ നല്ല ആക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. പിന്നെ ടെസ്റ്റോസ്റ്ററോണും പ്രൊജസ്ട്രോണും മൊത്തത്തിൽ ഒരു ഹോർമോണൽ ഇറഗുലേഷൻ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഭക്ഷണത്തിലൊന്ന് ശ്രദ്ധിക്കാം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് എക്സർസൈസ് ആണ്. അപ്പോൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡോപ്പമിൻ്റെ അളവ് കൂടുന്നു, ലക്ഷ്യബോധം കൂടുന്നു, അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏകാഗ്രതയും ഇതൊക്കെ കൂടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫീൽ ഹൈ, അതായത് എൻഡോർഫിൻസും കൂടുന്നുണ്ട്. അപ്പോൾ എക്സസൈസ് എപ്പോഴും നമ്മുടെ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെയുള്ളത് യോഗ ആൻഡ് മെഡിറ്റേഷൻ. യോഗയും മെഡിറ്റേഷനും സെയിം കണ്ടീഷൻ തന്നെയാണ്. നമ്മുടെ എൻഡോർഫിനും അതേപോലെ സെറട്ടോണിനും ആണ് ഇതിൽ ഭയങ്കര വ്യത്യാസം വരുന്നത്. സെറട്ടോണിനൊക്കെ പറയുമ്പോഴാണെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഹോർമോണാണ്. അത് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുക എന്നുള്ളത് നമുക്ക് വേറൊരു കാര്യം കൊണ്ടും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതേപോലെ യോഗയും മെഡിറ്റേഷനും നല്ലതാണ്. പിന്നെ ഈ ഒരു ഇതും ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം നമുക്ക് ടിപ്സ് ആയിട്ട് പറയുവാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 4 ഹോർമോൺസും, ഇപ്പം സെറോട്ടോണിനും ഡോപ്പമിനും ഇതെല്ലാം 4 ഹോർമോൺസും ഡാർക്ക് ചോക്ലേറ്റ് കൂട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ജങ്ക് ചോക്ലേറ്റ്സ്, അതായത് പലതരം എന്താ പറയുന്ന ഒരുപാട് ഇതൊക്കെ സാധനങ്ങൾ ആഡ് ചെയ്ത് നല്ല മധുരമൊക്കെ ആഡ് ചെയ്ത് വരുന്ന മൈദയും അങ്ങനത്തെയൊക്കെ കലർത്തി വരുന്ന സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്, ഇത്തിരി കയ്പുണ്ടാവും പക്ഷെ എങ്കിലും അത് നമുക്ക് നല്ല രീതിയിൽ ഈ ഹാപ്പിനെസ് ഹോർമോൺസ് വരുന്നുണ്ട്. അത് കൊക്കോയുടെ ഇത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇത് കൂടുന്നുണ്ട്, എല്ലാതരം ഹാപ്പിനെസ് ഹോർമോൺസും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരെയായിട്ടാണെങ്കിലും, നമ്മുടെ കുടുംബക്കാരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ മദർ, ആരായാലും ആരോടാണെങ്കിലും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഓക്സിറ്റോസിൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ റിലേഷൻഷിപ്പ് നമ്മൾ എന്താ പറയുന്നത്, ക്ഷമയോടെ അവരെന്ത് ദേഷ്യപ്പെട്ടാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ തന്നെ നമ്മൾ ദേഷ്യപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓക്സിറ്റോസിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് ഓക്സിറ്റോസിൻ തരുന്നുണ്ട്. ശരിക്കും ലവ് ഹോർമോൺ ആണെങ്കിലും അതിൽ ഏറ്റവും അധികം അവരെ ഇമ്പോർട്ടൻസ് പറയുന്നത് ട്രസ്റ്റും അറ്റാച്ച്മെൻറ്റുമാണ്, വിശ്വാസ്യതയും അതേപോലെ തന്നെ നമ്മുടെ അറ്റാച്ച്മെൻറ്റും. അപ്പോൾ ഇത് 2 കാര്യങ്ങളും നമുക്ക് ഈ ഓക്സിറ്റോസിൻ ബെറ്റർ ആക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഫ്രണ്ട്സിനെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ആ ഒരു സ്നേഹം കീപ്പപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഗെറ്റ് ടുഗദറുകൾ അങ്ങനത്തെയൊക്കെ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ ഓക്സിറ്റോസിൻ്റെ ലെവൽ ബെറ്റർ ആക്കാനും സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പെറ്റ്സിനെ വളർത്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പെറ്റ്സിനെ വളർത്തുമ്പോൾ ആ സമയവും നമുക്ക് ആ ഒരു ട്രസ്റ്റും അറ്റാച്ച്മെൻറ്റും ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു ബോഡിയിൽ നമുക്കൊരു ഹാപ്പിനെസ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലും സെയിം തന്നെ ഓക്സിറ്റോസിൻ ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്നേഹം, ബന്ധം, അറ്റാച്ച്മെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെയുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് എന്താ പറയുന്നത്, ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു സിറ്റുവേഷൻ ചേഞ്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പോൾ ദേഷ്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ കിടക്കുവാണ്, അത് ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വിഷമായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും, എന്താണെങ്കിലും നമ്മൾ ആ സമയത്തൊന്ന് കാം ഡൗൺ ചെയ്തിട്ട് നമ്മളൊന്ന് കാം ഡൗൺ ചെയ്യുക നമ്മുടെ ശരീരത്തിന്. അത് അനലൈസ് ചെയ്യുക. നമ്മൾ അപ്പം തന്നെ പ്രതികരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാതെയാണ് അവിടെ പ്രതികരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു പ്രതികരിക്കുന്നതിന് മുൻപേ നമ്മൾ ഒന്ന് കാം ഡൗൺ ചെയ്ത് നമ്മുടെ ബോഡീനെ ഒന്ന് റിലാക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്ന് ചിന്തിച്ചിട്ട് ഓക്കെ, ഞാൻ ഇതിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇതിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും നമുക്ക് ഈ ഹോർമോൺസും അത്രയും തെറ്റിപ്പോവാതെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ എക്സർസൈസ് ആണെങ്കിലും കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, യോഗയാണെങ്കിലും അങ്ങനെയാണ്. അപ്പം നമുക്കറിയാം നമുക്ക് ഹാപ്പിനെസ് വേറൊരു രീതിയിലും ഈ ഇത്രയും ഹോർമോൺസ് നമുക്ക് ക്രിയേറ്റ് ആവുന്നില്ല എന്നുള്ളത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ എല്ലാം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. എന്നാൽ പോലും പല സമയത്തും നമുക്ക് ഒരു പ്രശ്നങ്ങൾ വന്ന് ചേരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അവസാനത്തെ രീതിയിലുള്ള നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡിയെ തന്നെ കൺട്രോൾ ചെയ്യുക, അനലൈസ് ചെയ്യുക, നമ്മൾ ബ്രെയിൻ വെച്ച് ചിന്തിച്ചിട്ട് നമ്മളൊരു എന്താ പറയുക, എന്ത് കാര്യമാണെങ്കിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പറയാൻ ശ്രമിക്കണം എന്നുള്ളത് പറയാം. പിന്നെ ജനറലി നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, നമുക്ക് ഏജ് ഗ്രൂപ്പ് അനുസരിച്ചും നമ്മുടെ ഈ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം, അവർക്ക് ഒരു സമ്മാനം കിട്ടുക, അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അവരിഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് ഏറ്റവും, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കിട്ടുക. ഇതൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം കൊണ്ടുവരുന്ന കാര്യങ്ങൾ അല്ലേ. നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ടോയ് കിട്ടുക, അപ്പോൾ അതൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷെ അതേസമയം ഒരു മിഡിൽ ഏജ്ഡ് പീപ്പിളിൽ കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ സന്തോഷം ഏറ്റവും അധികം ഷൂട്ടപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ വരുന്നത് അവരെ നേടിയെടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് നമ്മുടെ മിഡിൽ ഏജ്. ആ സമയത്ത് നമ്മൾ എന്തൊക്കെയോ എത്തിപ്പിടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താ, ഇപ്പം കാർ വാങ്ങി, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു വീട് വെച്ചു, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു പൊസിഷനിലെത്തി, ഞാൻ നന്നായി പഠിച്ചു, എനിക്ക് നല്ലൊരു ജോലി കിട്ടി, ഇതൊക്കെയാണ് ആ ഒരു ഏജിൽ നമുക്ക് സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ നല്ലത്. അപ്പോൾ അതിനൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡോപ്പമിൻ വളരെ അത്യാവശ്യമാണ്. കാരണം മോട്ടിവേഷൻ ഹോർമോണാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഹോർമോൺ സെറോട്ടോണിനാണ് മനസ്സിലാക്കി തന്നത്. അത് നമുക്ക് ഫീൽ ഹൈ അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഫീലിംഗ് ആണ് അത് ഉണ്ടാവുന്നത്. എൻഡോർഫിൻസും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു മിഡിൽ ഏജിൽ ഏറ്റവും അധികം സന്തോഷം നൽകുന്നത്. അതേസമയം നെക്സ്റ്റ് പിന്നെ നമുക്ക് ഓൾഡ് ഏജ് ആണ്. അപ്പോൾ ഓൾഡ് ഏജിൽ വരുമ്പോഴത്തേന് ഇവർക്ക് നമുക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും, അതായത് ഓൾഡ് ഏജിൻ്റെ ഇതിൽ, അതായത് ഇപ്പം അവർക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു സാരി കിട്ടി, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലൊരു സന്തോഷമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവർ ഓൾറെഡി നേടിക്കഴിഞ്ഞു, മിഡിൽ ഏജിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവർക്ക് എന്താ വേണ്ടത്, അവർക്ക് ഇപ്പം സന്തോഷം കിട്ടുക എന്നുള്ളത് അവരുടെ പേരക്കുട്ടികളും അവരുടെ മക്കളും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പേരക്കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പം അവരിലുണ്ടാകുന്ന സന്തോഷം കണ്ടാണ് ഈ ഓൾഡ് ഏജിലെ ആൾക്കാർ സന്തോഷിക്കുന്നത്. അപ്പോൾ അവർ ഒറ്റപ്പെടാതെ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും കൂട്ടത്തോടെ ഇരിക്കുകയും അവർ ഈ കുഞ്ഞു പിള്ളേർക്ക്, അതായത് അവരുടെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതിലവർ ഹാപ്പി ആവുന്നതും കാണുമ്പോഴാണ് അവർ ഏറ്റവും അധികം സന്തോഷിക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ തരത്തിലുള്ള സന്തോഷങ്ങളാണ്. അത് നമുക്ക് വാങ്ങാനോ ഒന്നും കിട്ടത്തില്ല. അത് മാത്രമല്ല, അത് നമുക്ക് ഒരിക്കലും എന്താ പറയുക, നിർബന്ധിതമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ അതിനു വേണ്ടി എന്താ പറയുന്നത്, ഓരോ സിറ്റുവേഷൻസ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അപ്പം ഇപ്പം ഓൾഡ് ഏജ് ആണെങ്കിലും നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. അവർക്ക് എന്താ പറയുക, അപ്പോഴാണ് അവർക്ക് ഒരു സന്തോഷം ഫോം ചെയ്യുന്നത്. അപ്പം ഓരോ ഏജിലും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ സ്ട്രെസ്സ് കുറച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇത്രയും ഇത് നല്ലൊരു ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം ഒരുപാട് വിഷമിക്കുന്നവർ, അതായത് സന്തോഷം ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്കത് മനസ്സിലാക്കട്ടെ. താങ്ക് യു.